ഞാനിപ്പോൾ ഉള്ളത് എറണാകുളം നോർത്ത് സ്റ്റേഷനിലാണ്. കോഴിക്കോട്ടേക്കാണ് നമ്മളിന്ന് പോകുന്നത്. ഒരു ദിവസം കൊണ്ട് കോഴിക്കോട് എന്തൊക്കെ കാഴ്ചകൾ കാണാമെന്നാണ് ഈ വീഡിയോയിലൂടെ ഞാൻ കാണിക്കുന്നത്. ഹലോ ഗായ്സ്, ഫയാദാണ്. ബാക്ക് പാക്കിംഗ് ട്രിപ്പിലെ രണ്ടാമത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സമയം രാവിലെ 7 മണിയായിട്ടുണ്ട്. 8:30 നമ്മളുടെ ട്രെയിൻ. വന്ദേ ഭാരതിലാണ് ഞാനിന്ന് പോകുന്നത്. വളരെയധികം എക്സൈറ്റഡ് ആണ്. കുറേ നാളെത്തിയാണ് ട്രെയിനിൽ യാത്ര ചെയ്യുന്നത്. ഫസ്റ്റ് പ്ലാറ്റ്ഫോമിലായാണ് നമുക്ക് പോകാനുള്ള ട്രെയിൻ വരുന്നത്. എറണാകുളം നോർത്ത് സ്റ്റേഷനിൽ ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത്. മുൻപ് പോയതെല്ലാം ആലുവ സ്റ്റേഷൻ വഴിയാണ്. അതാണ് എനിക്ക് എളുപ്പവും. നമ്മൾ പോകുന്ന വന്ദേ ഭാരതിന് ആലുവയിൽ സ്റ്റോപ്പില്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇവിടുന്ന് കയറുന്നത്. നിലവിൽ 2 വന്ദേ ഭാരത് ട്രെയിനുകളാണ് കേരളത്തിൽ സർവീസിലുള്ളത്. ട്രിവാൻഡ്രം ടു കാസർഗോഡ്, അവിടെ നിന്ന് തിരിച്ചു. വീക്കിലി 6 ദിവസം സർവീസ് ഉണ്ട് ഈ റൂട്ടിൽ. IRCTC ആപ്പ് വഴിയാണ് ഞാൻ ടിക്കറ്റ് ബുക്ക് ചെയ്തത്. എനിക്ക് വൺ സൈഡ് 760 രൂപയാണ് കോസ്റ്റ് ആയത്, ഇൻക്ലൂഡിങ് GST. കഴിഞ്ഞ ഏപ്രിലിൽ ഈ റൂട്ടിൽ സ്ലീപ്പർ കോച്ചും വരുമെന്നൊരു അപ്ഡേറ്റ് കണ്ടായിരുന്നു ഞാൻ. അങ്ങനെ വന്നാൽ ഓവർനൈറ്റ് ഒക്കെ ട്രാവൽ ചെയ്യുന്നവർക്ക് വളരെ ഉപകാരപ്രദമാകും അത്. ഫ്യൂച്ചറിൽ ട്രിവാൻഡ്രം ടു ബാംഗ്ലൂർ സ്ലീപ്പർ കോച്ചും സർവീസ് തുടങ്ങുമെന്നാണ് അറിയാൻ സാധിച്ചത്. എറണാകുളം സ്റ്റേഷൻ്റെ ചെറിയ മിനിയേച്ചർ എല്ലാം ഇവിടെ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത് കാണാം. ഞാൻ സ്റ്റേഷനിലെത്തിയത് കുറച്ചധികം നേരത്തെ ആയതുകൊണ്ട് പോസ്റ്റായി നിൽക്കുകയാണ്. അങ്ങനെ ഫൈനലി കൃത്യം 8:25 തന്നെ നമുക്ക് പോകാനുള്ള ട്രെയിൻ എത്തി. നിലവിൽ 2 ഓപ്ഷനായിട്ടാണ് ഈ ട്രെയിനിൻ്റെ സീറ്റിംഗ് ലേഔട്ട് വരുന്നത്. എക്സിക്യൂട്ടീവ് ചെയർ കാറും ചെയർ കാറും. ചെയർ കാറിലാണ് ഞാനിന്ന് സീറ്റ് എടുത്തിരിക്കുന്നത്. ഫസ്റ്റ് ഇംപ്രഷൻ എനിക്ക് കയറിയപ്പോൾ കിട്ടിയത് ഫ്ലൈറ്റിൻ്റെ ഒക്കെ അകത്തേക്ക് കയറുന്ന പോലെയാണ്. വിൻഡോസിൻ്റെ വലിപ്പം മാറ്റി നിർത്തിയാൽ സീറ്റിംഗ് ഒക്കെ ഏതാണ്ട് അതുപോലെ തന്നെ. ഫുള്ളി എയർ കണ്ടീഷൻഡാണ് ക്യാബിൻ. വൈഫൈ അവൈലബിൾ ആണ്. കണക്ട് ചെയ്താൽ ഇവരുടെ തന്നെ സൈറ്റിൽ നിന്ന് കുറേ കേട്ടിട്ട് പോലും ഇല്ലാത്ത പഴയ മൂവീസ് എടുക്കുന്നുണ്ട്. അത് കാണേണ്ടവർക്ക് അത് കാണാം. അതിൽ കുറച്ചുകൂടി മൂവീസൊക്കെ ആഡ് ചെയ്ത് ഇൻ്റർഫേസൊക്കെ ഒന്ന് അപ്ഡേറ്റ് ചെയ്താൽ ഒന്നുകൂടി നന്നായനെ എന്ന് എനിക്ക് പേഴ്സണലി തോന്നി. പിന്നെ മേളിലായി റീഡിംഗ് ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട്. സീറ്റിങ്ങിൻ്റെ താഴെ ഇരുവശങ്ങളിലായി ചാർജിങ് ബോർഡ്സും കൊടുത്തിട്ടുണ്ട്. സീറ്റ്സ് എല്ലാം റിക്ലൈനബിൾ ആണ്. അതിൻ്റെ ബട്ടൺ സീറ്റിൻ്റെ സൈഡിലായിട്ടാണ് വരുന്നത്. ഇനി കംഫർട്ടിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ വളരെ സൈലൻ്റ് ആണ് ക്യാബിൻ്റെ അകം. ട്രെയിൻ മൂവ് ചെയ്ത് സ്പീഡ് കൂടുമ്പോൾ ഉള്ള ആ പുള്ള് നമുക്ക് ശരിക്കും അറിയാൻ പറ്റും. വളരെ സ്മൂത്തായി ട്രാക്കിലൂടെ ഒഴുകി പോവുക എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അതുപോലുള്ളൊരു നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള റൈഡാണ് കിട്ടുന്നത്. അങ്ങനെ നമുക്ക് കഴിക്കാനുള്ള ഫുഡ് എത്തിയിട്ടുണ്ട്. എന്തൊക്കെയാണ് ഇവർ തരുന്നതെന്ന് നോക്കാം. ഞാൻ നോൺ വെജാണ് പറഞ്ഞിരുന്നത്. എൻ്റെ കയ്യിൽ 3 ഇടിയപ്പം, മുട്ടക്കറി, ഒരു ഇൻസ്റ്റൻറ്റ് ജിഞ്ചർ ടീയുടെ ചെറിയൊരു പാക്കറ്റ്, ജ്യൂസ്, ഒരു ബിസ്ക്കറ്റ്, സ്വീറ്റായിട്ട് ഒരു ചെറിയ പാത്രത്തിൽ കേസരിയും തന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിത് കഴിച്ചിട്ട് വരാം. കേസരി ഞാൻ കഴിച്ചില്ല. ബാക്കി ഇടിയപ്പം കൊള്ളായിരുന്നു. മുട്ടക്കറി ഓക്കെ എന്നേ പറയാൻ പറ്റുള്ളൂ. ആകെ വെള്ളമാർന്ന കറി. ഫുഡിൻ്റെ ക്വാളിറ്റി ഇപ്പോഴും വലിയ മാറ്റമൊന്നും വന്നിട്ടില്ല എന്നുള്ളതാണ്. ട്രെയിനിൽ യാത്ര ചെയ്യുന്ന പലരുടെയും മെയിൻ കൺസേൺ ഫുഡ് തന്നെയാണ്. അത് ഇതുവരെ പരിഹരിച്ചിട്ടില്ല എന്ന് ഇത് കഴിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി. കുറച്ച് മെച്ചപ്പെട്ടിട്ടുണ്ട്. അത് വന്ദേ ഭാരത് ആയതുകൊണ്ടാണോ എന്നറിയില്ല. ബട്ട് സ്റ്റിൽ ദർ ഈസ് എ ലോട്ട് ടു ഇംപ്രൂവ് ഇൻ ദ ഫുഡ്. ട്രെയിനിൻ്റെ വേഗത ഇടയ്ക്കിടെ സ്ക്രീനിൽ എഴുതി കാണിക്കുന്നുണ്ട്. 110 കിലോമീറ്റർ വേഗതയിലാണ് ഇപ്പോൾ പോകുന്നത്. നമുക്ക് ട്രെയിനിൻ്റെ ടോയ്ലറ്റും ബാക്കിയുള്ള ഏരിയയും എങ്ങനെയുണ്ടെന്ന് നോക്കാം. ക്യാബിൻ്റെ എൻഡിലായി ഇങ്ങനെ ഒരു ഗ്ലാസ് പാർട്ടീഷൻ കൊടുത്തിരിക്കുന്നത് കാണാം. ഓട്ടോമാറ്റിക്കാണ് ഡോർ വരുന്നത്. അത് കഴിഞ്ഞ് മുമ്പിലോട്ട് വരുമ്പോൾ ഇരുവശങ്ങളിലായിട്ടാണ് ടോയ്ലറ്റ് വരുന്നത്. ഒന്ന് ഇന്ത്യനും മറ്റേത് യൂറോപ്യൻ എന്നിങ്ങനെ കൊടുത്തിട്ടുണ്ട്. ടോയ്ലറ്റ്സ് എല്ലാം വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. ഒരു വാഷ് ബേസിൻ, വലിയൊരു മിറർ, ഹാൻഡ് വാഷ്, ഹാൻഡ് ഡ്രയർ എല്ലാം കൊടുത്തിട്ടുണ്ട്. അതും പിന്നിട്ട് കുറച്ചുകൂടി മുമ്പിലായിട്ടാണ് ഇവരുടെ ഫുഡ് സ്റ്റോറേജ് ഷെൽഫ്സ് എല്ലാം വരുന്നത്. കോച്ചിൻ്റെ മിഡിൽ ഭാഗം ഇതുപോലെ ഫേസ് ടു ഫേസ് സീറ്റിംഗ് ലേഔട്ടാണ് കൊടുത്തിരിക്കുന്നത്.
പോകുന്ന വഴി ചിലയിടത്ത് മഴയും എന്നാൽ ചിലയിടത്ത് വെയിലുമായി കാലാവസ്ഥ മാറുന്നുണ്ടായി. 2.5 മണിക്കൂറാണ് നമ്മളുടെ ട്രാവലിംഗ് ടൈം വരുന്നത്. 11 മണിക്ക് കോഴിക്കോട് സ്റ്റേഷൻ എത്തണം. ഓൺ ടൈമിൽ തന്നെ ട്രെയിൻ കോഴിക്കോട് സ്റ്റേഷനിലെത്തി. കോഴിക്കോട് വന്നാൽ അവിടുത്തെ പാരഗണിലെ ബിരിയാണി മിസ് ഔട്ട് ചെയ്യരുതെന്ന് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. കാര്യം എടപ്പള്ളി പാരഗണിൽ നിന്ന് പലപ്പോഴും കഴിക്കാറുണ്ടെങ്കിലും ഇവിടുത്തെ എന്താണ് ഈ ഹൈപ്പ് എന്നുള്ളത് നോക്കാം. സ്റ്റേഷനിൽ നിന്ന് കുറച്ച് ഡിസ്റ്റൻസ് മാത്രമാണ് വരുന്നത്. അതുകൊണ്ട് നടന്നാണ് ഞാൻ പോയത്. ട്രെയിനിൽ നിന്ന് ഇറങ്ങിപ്പോയാൽ ഫുള്ളായിരുന്നെങ്കിലും നടന്നു വന്നുകൊണ്ട് ഇപ്പോൾ ഒരു ബിരിയാണിയൊക്കെ അടിക്കാനുള്ള സ്പേസ് ആയിട്ടുണ്ട്. പാരഗണിൻ്റെ ഫസ്റ്റ് ബ്രാഞ്ചാണിത്. പാരഗൺ ബേക്കിംഗ് കമ്പനി എന്നുള്ള പേരിൽ 1939 ഈ സ്ഥാപനം തുടങ്ങുന്നത്. ഓണം, വിഷു, ഈദിനൊക്കെ 700 മുതൽ 1000 ബിരിയാണി വരെ ഇവർ സർവ് ചെയ്യാറുണ്ടെന്നാണ് എനിക്കറിയാൻ സാധിച്ചത്. നല്ല തിരക്കുണ്ട്. അതിനിടയിൽ എങ്ങനെയൊക്കെയോ ഒരു സീറ്റ് തപ്പി പിടിച്ച് കണ്ടെത്തി ഒരു ചിക്കൻ ലഗൂൺ ബിരിയാണി പറഞ്ഞു. അപ്പോൾ കഴിച്ചിട്ട് വരാം. അടിപൊളിയായിരുന്നു ബിരിയാണി. മൈൽഡായിട്ടുള്ള മസാലയാണ് ഇവർ യൂസ് ചെയ്തേക്കുന്നത്. ഹൈപ്പിനുള്ളതുണ്ട് എന്തായാലും. എനിക്ക് വളരെയധികം ഇഷ്ടമായി. നിങ്ങൾ ആരെങ്കിലുമൊക്കെ കോഴിക്കോട് പോകുന്നുണ്ടെങ്കിൽ കയറി കഴിച്ചോ. ഐറ്റം സെറ്റാണ്, മസ്റ്റ് ട്രൈ. കഴിച്ച അവിടെ നിന്ന് ഇറങ്ങി നമ്മളിനി പോകുന്നത് കുറ്റിച്ചിറ മിഷ്കാൽ പള്ളിയിലേക്കാണ്.